സോഫ്റ്റ് ഡോണറ്റ് ആയാലോ? അതിനായി 150 ml മിൽക്കിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റും 50 ഗ്രാം ഷുഗറിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഷുഗറും മിക്സ് ചെയ്ത് നന്നായിട്ട് പൊങ്ങാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്കൊരു 3.5 കപ്പ് മൈദ മാവിലേക്ക് ബാക്കി പഞ്ചസാരയും 1 ടീസ്പൂൺ സോൾട്ടും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി പൊങ്ങി വന്ന നമ്മളുടെ ഈ ഈസ്റ്റിൻ്റെ മിശ്രിതത്തിലേക്ക് 2 എഗ്ഗും ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കുഴയ്ക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ്സ് വരെ കുഴക്കണം. അതിലേക്ക് 40 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്താണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതും കൂടി കുഴച്ച് ഒരു മണിക്കൂർ നല്ലപോലെ പൊങ്ങാൻ വയ്ക്കണം. പൊങ്ങി വന്ന ഈ മാവ് വീണ്ടും ഒന്ന് പിഴിഞ്ഞതിന് ശേഷം 1 ഇഞ്ച് വലിപ്പത്തിൽ പരത്തി എടുത്ത് ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു നോസിലും ഒരു സർക്കിൾസ് ഇതും വെച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വീണ്ടും നമ്മൾ ഒരു മണിക്കൂറത്തേക്ക് വീണ്ടും പൊങ്ങാൻ വയ്ക്കണം കേട്ടോ. അതിനുശേഷം എണ്ണ ചൂടാക്കിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാക്കി അതിലേക്ക് ഇങ്ങനെ പറക്കിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ പൊരിച്ചെടുക്കണം. ഇനി ചോക്ലേറ്റ് ഗനാഷിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 കപ്പ് ചോക്ലേറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അതിലിങ്ങനെ മുക്കി എടുക്കുമ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ് റെഡി. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക.